ഒരു സീൻ കണ്ട് എല്ലാവർക്കും വന്ന ഡൗട്ടാണ് ആരുടെ തലയായിരിക്കും മാർക്ക് വെട്ടിയെടുത്തുകൊണ്ട് വന്നതെന്ന്. കാരണം ഈ ഒരു സംഭവം കാണുമ്പോൾ സൈറസ് ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. ഈ ഒരു സീൻ OTT റിലീസ് വരുമ്പോൾ അറിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ചതുവ് പറ്റി. OTT റിലീസ് ആയത് നമ്മൾ തിയേറ്ററിൽ കണ്ട അതേ വെർഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സാധ്യതയുള്ള കുറച്ച് പോസിബിലിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ ഉണ്ണിമുന്തൻ ആ ഒരു തല കയ്യിൽ വെച്ച് വരുന്ന സീനൊന്ന് കണ്ടു കഴിഞ്ഞ് സൈറസിന്റെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കും. ഒരു ഞെട്ടലോടെയാണ് അത് കണ്ടു നിൽക്കുന്നത്. അവന്റെ വീട്ടിൽ കയറി ഇത്രയൊക്കെ കാണിച്ചിട്ട് മാർഗം ഒരാളുടെ തല വെട്ടി എടുത്ത് വരുമ്പോൾ ഇത്രയൊന്നൊരു പേടി വരേണ്ട കാര്യമില്ല മുഖത്ത്. അല്ലെങ്കിൽ അത് അത്രയും പരിചയമുള്ള ആളുടെ തല ആയിരിക്കണം ആ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സൈറസ് ഒന്ന് പേടിച്ചത്. എനിക്ക് തോന്നിയത് അത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടറുടെ തല ആയിരിക്കാം മാർക്കോ കൊണ്ടുവരുന്നത്. കാരണം തുടക്കം മുതലേ ഇവരുമായിട്ട് അറ്റാച്ച് ആയ ഒരു ക്യാരക്ടർ ഇതാണ്. ഇയാളുടെ ചെവിയാണ് മാർക്കോ കടിച്ചു പറിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അറ്റാച്ച് ആയ ഒരാളുടെ തലയാണ് മാർക്കോ കൊണ്ടുവരുന്നതെങ്കിൽ ഇയാളുടെ തന്നെ ആകാനല്ലേ ചാൻസ്. അതുകൊണ്ടായിരിക്കില്ല സൈറസിന് ഒരു പേടി പോലെ തോന്നിയത്. എനിക്കൊരു പോസിബിലിറ്റി തോന്നിയത് ഈ ഒരു ക്യാരക്ടറുടെയാണ്. നിങ്ങൾക്ക് വേറെ എന്തേലും ക്യാരക്ടർ തോന്നുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. മാർക്കോ ആ ഒരു തല വെട്ടി കൊണ്ടുവരുന്നത് കണ്ട് സൈറസ് എന്തായാലും പേടിക്കാൻ സാധ്യതയില്ലല്ലോ യൂഷ്വലി ആണെങ്കിൽ. പിന്നെ സെക്കൻഡ് പാർട്ടിലെ വില്ലൻ, അത് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് വന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു മോതിരമൊക്കെ ഇട്ട് വന്ന ആ കാറിൽ കാണിച്ചിരിക്കുന്ന എംബ്ലവും ഇവരായിട്ടൊക്കെ ഒരു നല്ല കണക്ഷൻ ഉണ്ട്. കബ്ര ഗോൾഡ് അതിന്റെ എംബ്ലം ആണ് ആ ഒരു കാറിൽ കാണിച്ചിരിക്കുന്നത്. ഈ കബ്ര ഗോൾഡ് ഇവരുടെ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ഫോട്ടോ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ജഗദീഷിന്റെ ക്യാരക്ടറും ഈ ഒരു സെയിം മോതിരം ആണെന്ന് തോന്നുന്നു കയ്യിൽ ഇട്ടിരുന്നത്. പക്ഷെ കബ്ര ഗോൾഡ് എന്ന് പറയുന്നത് അഡാട്ട് ഫാമിലിയുടെ പാരമ്പര്യ സ്വത്ത് കൂടിയാണെന്ന് ഒരു സീനിലായിട്ട് പറയുന്നുണ്ട്. മേ ബി. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവർ പാർട്ട്നേഴ്സ് ആണല്ലോ. അപ്പോൾ ജോർജിന് പാരമ്പര്യമായി കിട്ടിയ ഗോൾഡ് കുറച്ച് പേർക്കൂടെ പാർട്ട്ണർഷിപ്പ് ആയിട്ട് കൊടുത്തു കാണും. അതിലൊരു പാർട്ട്ണർ ആയിരിക്കാം ജഗദീഷിന്റെ ക്യാരക്ടർ. അടുത്തൊരു പാർട്ട്ണറാകും അവസാനം വന്നതും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു എംബ്ലം, കബ്ര ഗോൾഡിന്റെ എംബ്ലം നമ്മൾ ആ ഒരു കാറിൽ കണ്ടതും പിന്നെ ആ ഒരു മോതിരവും കണ്ടത്. ഇങ്ങനെ ആകാന്നേ ഉള്ളൂ. അവസാനം പടം വരുമ്പോൾ വേറെ വല്ല ആണെങ്കിൽ എന്നെ തെറിവേറരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതൊന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.